മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി ഒരു സ്ഥിരതയാർജിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും ശക്തമായ നിലയിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 8000-ന് മുകളിൽ നിൽക്കുന്നു. 8100 കടന്ന് മുന്നേറി. പക്ഷേ ഇപ്പോൾ ഏകദേശം 8100-ന്റെ പരിസരങ്ങളിൽ സ്ഥിരതയാർജിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, തീർച്ചയായും കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏകദേശം പറഞ്ഞതെല്ലാം ശരിയായി എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും GDP ഫിഗേഴ്സ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് വാച്ച് എടുത്തപ്പോൾ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ അതുകൂടി പരിഗണിച്ചാണ് വിപണി ഇപ്പോൾ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. വളരെ ശക്തമായ 5.7% GDP വന്നു. അത് അനുകൂലമായി. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ ചുവടും ഓരോ ദിവസവും സംഭവബഹുലമാവുകയാണ്. അദ്ദേഹം രാഷ്ട്രീയം പറയുന്നില്ല. രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള പ്രകോപനപരമായ മറുപടികളോ അല്ലെങ്കിൽ അത്തരം പ്രകോപനം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ എതിരാളികളുടെ വരുമ്പോൾ അതിലും അദ്ദേഹം അധികം മൗനം പാലിക്കുന്ന ഒരു രീതിയാണ്. അതെല്ലാം പൊതുവെ എനിക്ക് തോന്നുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വളരെ വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കാത്ത, എന്നാൽ സ്നേഹിച്ചാൽ വലിയ സ്നേഹം തരുമെന്ന് കരുതുന്ന ജപ്പാനെ തന്നെയാണ് അദ്ദേഹം കൂട്ടുപിടിച്ചിരിക്കുന്നത്. ജപ്പാൻ ഇപ്പോൾ ചൈനയെ പോലെ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല, പാകിസ്ഥാനെ പോലെയല്ല. അപ്പോൾ ജപ്പാൻ എല്ലാ തരത്തിലും അവർക്ക് ടെക്നോളജിയുണ്ട്, ബുദ്ധിയുണ്ട്. ഇതെല്ലാം ഒരു ടെക്നോളജി ട്രാൻസ്ഫറിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഓഫീസിന്റെ കീഴിൽ തന്നെ ഒരു ജപ്പാൻ സെല്ല് വരുന്നു. ഇങ്ങനെ കുറേയേറെ നല്ല കാര്യങ്ങൾ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ ചൂടും ഒരു ഇന്റർനാഷണൽ ലീഡറിലേക്ക് ഉള്ള ഒരു വളർച്ചയെ കാണിക്കുന്നതാണ്. ഇതും എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ നിക്ഷേപകർ പരിഗണിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ആഗോളതലത്തിലെ നിക്ഷേപകർ. ഇത് തീർച്ചയായിട്ടും, കാരണം ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്യുന്നതിലല്ല, അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അതിനുള്ള ടീം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇംപ്ലിമെന്റേഷനിലാണ് അദ്ദേഹത്തിന്റെ സ്കില്ല് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമുക്കറിയാം, പല ഗവൺമെന്റും പല പോളിസി, ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ആണെങ്കിലും കുറേ അധികം അനൗൺസ്മെന്റുകൾ വരും. പക്ഷേ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ അടുത്ത ബഡ്ജറ്റ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാറില്ല. എന്നാൽ മോഡി കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നു, ഓരോ പ്രൊജക്ട് അനൗൺസ് ചെയ്യുന്നു, അതിന്റെ ഇംപ്ലിമെന്റേഷൻ പ്രത്യേകമായുള്ള ടീമിനെ ഫോം ചെയ്യുന്നു. അപ്പോൾ അതാണ് ഒരു ഫോളോ അപ്പ്. എന്തിൻ്റെയും സക്സസ് എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ആണ്. അപ്പോൾ മോഡി ആ ഫോളോ അപ്പിൽ വളരെയധികം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് FIs മോഡിയെ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഫോറിൻ ഫണ്ട് ഇന്ത്യയിലേക്ക് വരാനുള്ളൊരു റീസൺ അതാണ്. ഇപ്പോൾ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലൂടെ മൂവ് ചെയ്യാണ്. കാരണം ഇതുവരെ വന്നിരിക്കുന്ന റിസൾട്ട് ആണെങ്കിലും ക്രൂഡ് ഓയിൽ പ്രൈസ് ആണെങ്കിലും അതുപോലെ സ്റ്റെബിലിറ്റിയുള്ള ഗവൺമെൻറ്, ഇതൊക്കെ ജസ്റ്റിഫൈ ചെയ്ത്, ഈ ഒരു റൈഡിനെ ജസ്റ്റിഫൈ ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. ഇനി ഫർദർ മാർക്കറ്റിന് ഒരു മൂവ് വേണമെങ്കിൽ എനിക്കൊന്ന് പുതിയ എന്തെങ്കിലും ഒരു ട്രിഗർ ആവശ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു അത്ര പോസിറ്റീവായിട്ടുള്ള ട്രിഗർ ഒന്നും നിലനിൽക്കുന്നില്ല. കാരണം വലിയൊരു റൈഡ് കഴിഞ്ഞു, അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാണ്. അതേസമയത്തിന് വാല്യുവേഷൻ ഒരു ഹയർ വാല്യൂ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ആ വാല്യുവേഷൻ ജസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഭാഗ്യം കൊണ്ടോ എന്തോ ക്രൂഡ് ഓയിൽ പ്രൈസ് വളരെയധികം താഴെ വരുന്ന ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് വളരെ വളരെ ഒരു പോസിറ്റീവ് തന്നെയാണ്. അതുപോലെ മാക്രോ എക്കണോമി, GDP, നമ്മൾ നേരത്തെ പറഞ്ഞു GDP വളരെ ബെറ്ററായിട്ടുള്ള GDP വരുന്നു. ഒരു ബേർഡൻ മാത്രമാണ് നിലനിൽക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഈ ഹയർ ലെവലിൽ നിൽക്കുന്നത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ച് ഒരു ബേർഡൻ എന്ന് പറയുന്നത്. അത് കുറച്ചു കൊണ്ടുവരാനുള്ള, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കാണുന്നില്ല, അത് കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു മെഷർ ഗവൺമെൻറ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ കമ്പനികൾ കുറച്ചുകൂടെ പ്രോഫിറ്റ് കൂടുതലായി പോസ്റ്റ് ചെയ്യാനുള്ള, ഡെറ്റ് കൂടുതലുള്ള കുറേയധികം കമ്പനികളുണ്ട്, എസ്പെഷ്യലി റിയാലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളെ സംബന്ധിച്ച്. ഇപ്പോൾ JP ഒക്കെ നമ്മുടെ മുന്നിൽ എക്സാമ്പിൾ ആണ്. കാരണം ഹ്യൂജ് ഡെറ്റ്. ഇപ്പോൾ നമ്മൾ വിദേശ ഫണ്ടുകളുടെ വരവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ അഭൂതപൂർവമായ ഒരു ഫണ്ട് ഫ്ലോയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ, കാരണം മുൻപ് ഇന്ത്യ കണ്ടിട്ടുള്ള ഒരു ബുൾ റൺ പോലെയുള്ള ഒരു ബുൾ ഫേസ് ആയിരിക്കില്ല ഇനി വരാനിരിക്കുന്നത് എന്ന രീതിയിലാണ് പൊതുവെ അനാലിസ്റ്റ് പറയാം. കുറച്ചുകൂടി മുമ്പുണ്ടായിരുന്നതെല്ലാം കുറച്ച് ഷാലോ ആയിരുന്നു, ഒരു സൂപ്പർഫിഷ്യൽ ആയിരുന്നു. ഇതിന് കുറച്ചുകൂടി ഡെപ്ത് ഉണ്ട് എന്ന തരത്തിലുള്ള ക്ലാരിറ്റി ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എവിടെ വായിച്ചതുപോലെ കനേഡിയൻ, മുമ്പ് കാലിപ്പേഴ്സ് പെൻഷൻ ഫണ്ട്, കാലിഫോർണിയ പെൻഷൻ ഫണ്ട് വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെൻഷൻ ഫണ്ടാണ്. ലോകത്തിലെ ഏറ്റവും അധികം സമ്പത്ത് അടിഞ്ഞുകൂടിയ ഒരു മേഖലയാണ് പെൻഷൻ ഫണ്ട്. കനേഡിയൻ പെൻഷൻ ഫണ്ട് കൂടി ഇന്ത്യയിലേക്ക് ഇപ്പോൾ, അവർ സാധാരണ വളരെ കൺസർവേറ്റീവായിട്ട് നിക്ഷേപിക്കുന്നു, അവർ ഇന്ത്യ പരിഗണിക്കുന്നു. ഏകദേശം 6000 കോടി രൂപ വരുന്നു. ഒന്നും വേണ്ട, ഇന്ത്യയുടെ തന്നെ പെൻഷൻ ഫണ്ടുകൾ ഏകദേശം അതിലെ 5%, അത് ഒരു വലിയ കോർപ്പസ് ആണ്, അതിൽ നിന്നും ഏകദേശം 5% വരുന്നു എന്ന് പറയുന്നു. അത് ഇത്രയും നാളും മുൻപുണ്ടായിരുന്ന ഗവൺമെന്റുകളുടെ എല്ലാം ഫിനാൻസ് മിനിസ്ട്രികൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതും കൂടി അരുൺ ജെയ്റ്റ്ലി ഓക്കെ ചെയ്താൽ ഒരുപക്ഷെ മാർക്കറ്റിന് വലിയ തകർച്ച വരാനുള്ള സാധ്യത ഇല്ല. ഒരിക്കലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പെൻഷൻ ഫണ്ടൊക്കെ എന്തുകൊണ്ടാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്? അതിൻ്റെ പ്രധാന റീസൺ ആ പോളിസി ഡിസിഷൻ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് ഗവൺമെൻറ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു. ഇതുവരെയുള്ള ഗവൺമെൻറ് ചെയ്തതിലും എത്രയോ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങളുടെ ഇംപ്ലിമെൻറ്റേഷൻ.
കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ്, കൃത്യമായിട്ടുള്ള മീറ്റിംഗ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു. ഇത് തീർച്ചയായിട്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഈ ഏഷ്യയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും നല്ലൊരു രാജ്യമായി, ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചറുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറും എന്നാണ് തോന്നുന്നത്. അത് തീർച്ചയായിട്ടും കൂടുതൽ ഫണ്ട് ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ മാർക്കറ്റിൻ്റെ റൈഡ് എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ്, ഈ ഫണ്ട് ഫ്ലോ തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഫണ്ട് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തകർച്ച ഇപ്പോൾ അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്ന നിഫ്റ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ബോട്ടം ലൈൻ എന്ന് പറയും 7,500 ഓവർ എ പീരീഡ് ഓഫ് ഒരു 2 months ചിലപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും നെഗറ്റീവ് ഗ്ലോബലി അല്ലെ ഇന്ത്യൻ എക്കണോമിയിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ തന്നെ അതൊരു 7,500 ലെവലിൽ നിൽക്കാനാണ് സാധ്യത. ആ ഒരു കറക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കണം. അത് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കുകയും ചെയ്യണം. കാരണം ഒരു 500 പോയിന്റ്സിന്റെ കറക്ഷൻ, എന്ത് ബുള്ളിഷ് മാർക്കറ്റും എന്ത് എക്കണോമിക് സിറ്റുവേഷൻ ബെറ്റർ ആണെങ്കിലും ഒരു കറക്ഷനോട് കൂടി മാർക്കറ്റ് മൂവ് ചെയ്യുന്നതാണ് പലപ്പോഴും. അതിന് ഹെൽത്തി ആയിരിക്കും. ആ ഒരു കറക്ഷൻ ആവശ്യമാണ്, അനിവാര്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു കറക്ഷൻ നമ്മളും ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കണം. പക്ഷേ ഒരു കാര്യം, ഇന്ത്യൻ എക്കണോമി ബെറ്ററാണ്, നല്ല ഷേപ്പിലാണ്, കൂടുതൽ ഫണ്ട് ഇന്ത്യയിലേക്ക് വരും. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഈ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി ഇതിനു മുമ്പ് പറഞ്ഞതുപോലെയല്ല, അതിൻ്റെ കൃത്യമായുള്ള സൈൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കുകളിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും നല്ല അസറ്റ് ക്ലാസ് ആയിട്ട് ഇക്വിറ്റി മാറാനാണ് സാധ്യത. ഗോൾഡിനോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിനേക്കാൾ ഉപരി ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. തിരഞ്ഞെടുത്ത ഡെറ്റ് കുറഞ്ഞ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വീണ്ടും നമ്മുടെ മുന്നിൽ വളരെ ഫെയർ വാല്യൂവിൽ പല സ്റ്റോക്കുകളും ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു 20 to 30% തീർച്ചയായിട്ടും ഒരു എക്സ്പോഷർ ഇന്ത്യൻ ഇക്വിറ്റിയിൽ ആവശ്യമാണ് എല്ലാവർക്കും. അത് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി മാത്രമല്ല എല്ലാവരും. കാരണം നമ്മളുടെ രാജ്യത്ത് വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഡയറക്റ്റ് ഇക്വിറ്റിയിൽ വരുന്നു. അത് ഫോറിൻ കൺട്രീസിലൊക്കെ 40% ആണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും കൂടണം. കാരണം അതിനു മുമ്പൊക്കെ നടന്നിരിക്കുന്ന പല ഫ്രോഡും, ട്രേഡിംഗ് മെന്റാലിറ്റി മാറ്റി ഒരു കമ്പനിയുടെ വളർച്ചയോടൊപ്പം നമ്മൾ നിൽക്കുന്നു, കമ്പനി വാങ്ങുന്നു, നമ്മൾ കമ്പനിയുടെ വളർച്ചയോടൊപ്പം നീങ്ങുന്നു. ആ രീതിയിൽ കണ്ടാൽ ഞാൻ എക്സ്പീരിയൻസ് ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, സനൽ പറഞ്ഞല്ലോ, സ്പെക്യുലേഷൻ. കഴിഞ്ഞൊരു 6 വർഷം കൊണ്ട് സ്പെക്യുലേഷൻ വളരെയധികം, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ല റീറ്റെയിലേഴ്സിന്റെ ആ സ്പെക്യുലേഷൻ വളരെയധികം കുറഞ്ഞു. കാരണം ഇപ്പോൾ ബ്രോക്കിംഗ് ഹൗസസിലൊന്നും പൈസ കളയാനുള്ള രീതിയിൽ ആളുകൾ വരുന്നില്ല, വളരെയധികം കുറവാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ആളുകൾ തിരിഞ്ഞു, വലിയൊരു ചേഞ്ച് സംഭവിച്ചു. അതുകൊണ്ട് ആളുകൾക്ക് പൈസ റിട്ടേൺ കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കമ്മ്യൂണിറ്റിയുടെ പെർസെന്റേജ് കൂടാനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. അത് നല്ല കാര്യം. അതിനോടൊപ്പം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം, ജെ പിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഷാലോ ആയിട്ടുള്ള ഒരു ബുൾ മാർക്കറ്റ് ആയിരിക്കില്ല ഇതെന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതുമായി ഇപ്പോൾ പറഞ്ഞ ജെ പി ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 2 or 3 പഴയ ബുൾ മാർക്കറ്റിന് ചുക്കാൻ പിടിച്ച ഓഹരികളാണ് ഈ ജെ പി അല്ലെങ്കിൽ യൂണിടെക്, സ്വിസ് ലോൺ. കഴിഞ്ഞ ദിവസം വാർത്തകളിൽ പഞ്ചാബ് കോടതി എതിരായി വിധിച്ചതിനാൽ DLF, രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. യുണൈറ്റഡ് സ്പിരിറ്റ്സ് രാജ്യത്തെ ഏറ്റവും വലിയ മദ്യ കമ്പനിയാണ്. കേരളത്തിലെ മദ്യോപഭോഗം താഴ്ന്നു എന്നതിനുപരിയായി ഡിയോഗ ഏറ്റെടുത്തപ്പോഴാണ് കാണുന്നത് കോടിക്കണക്കിന് രൂപ കടമുണ്ടാക്കി വെച്ചിരിക്കുകയാണ് മല്യ. അപ്പോൾ ഇത്തരം കമ്പനികൾ മാനേജ്മെന്റ് ക്വാളിറ്റിക്ക് അത് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇനി മാനേജ്മെന്റ് ക്വാളിറ്റി കുറഞ്ഞ കമ്പനികൾ ഈ ബുൾ റണ്ണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അതിന് കാരണം ഇൻവെസ്റ്റേഴ്സ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ്. കാരണം വളരെയധികം ക്ലാരിറ്റി ഇൻവെസ്റ്റേഴ്സിന് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കിലേക്ക് തീർച്ചയായിട്ടും മാറും, ടിപ്സിന് പുറകെ പോകില്ല. ഇപ്പം നമ്മൾ പലപ്പോഴും JP അസോസിയേറ്റ്സ് ഹ്യൂജ് ഡെറ്റിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ അപ്പം നമ്മൾ ഈ യുണൈറ്റഡ് സ്പിരിറ്റ്, അതെ 80,000 crore ഉണ്ടെന്നാണ് ലേറ്റസ്റ്റ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുപോലെ യുണൈറ്റഡ് സ്പിരിറ്റ്, ക്ലാരിറ്റി ഇല്ല മാനേജ്മെന്റിന്. വേറൊരു മാനേജ്മെന്റിന്റെ കയ്യിൽ വരുമ്പോഴാണ് ഇത് ടോട്ടലി ഒരു ഫ്രോഡാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇനിയത്തെ സത്യസന്ധമായിട്ടുള്ള മാനേജ്മെന്റിന്, ക്ലാരിറ്റിയുള്ള മാനേജ്മെന്റിലേക്ക് കൂടുതൽ, ഇപ്പോൾ FIs ആണെങ്കിലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും കൂടുതൽ ഫണ്ട് അങ്ങനെയുള്ള കമ്പനികളിലേക്ക് പോകും. ഒരു ക്ലീനിങ് പ്രോസസ്സ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും എനിക്കൊന്ന് ഉടനടി പുറത്തു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല കമ്പനികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം നമ്മൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ആ ക്ലീനിങ് പ്രോസസ്സ് മോഡി അധികാരത്തിൽ വന്നപ്പോൾ സാധാരണ ബിസിനസ് കമ്മ്യൂണിറ്റിക്കൊക്കെ വളരെ അനുകൂലമാണെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് പോലും ആ ക്ലീനിങ് പ്രോസസ്സ് വളരെ വ്യക്തമായി തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ശുദ്ധിയുള്ള നല്ല കമ്പനികളെ കയറി വരികയുള്ളൂ എന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ശുദ്ധികലശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാരിറ്റിയുള്ള മാനേജ്മെന്റ്, ക്ലാരിറ്റിയുള്ള ബിസിനസ് മാത്രമേ ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയുള്ളൂ. അതിന് സംശയമില്ല. കാരണം
ഗവൺമെൻറ് ആ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ ബിസിനസ് ആവശ്യമാണ്. മോഡിയുടെ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. കാരണം ഒരു രാജ്യത്തിന് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് വളരെ കൃത്യമാണ്. വളരെയധികം തൊഴിലവസരങ്ങൾ, ടാക്സ്. ഇപ്പം നമ്മൾ പലപ്പോഴും പല കമ്പനികളെയും ബ്ലെയിം ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ കമ്പനിയുടെയും പ്രോഫിറ്റിൻ്റെ 50% ഗവൺമെൻറ്റിനാണ് ലഭിക്കുന്നത്, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും. അതുകൊണ്ട് കൂടുതൽ ഇൻഡസ്ട്രി വരികയാണെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ, കൂടുതൽ ഫോറിൻ ഫണ്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോമൺ പബ്ലിക് ചെയ്യേണ്ട കാര്യം. ഇവിടെ കോമൺ പബ്ലിക്ക് കൃത്യമായി അത്തരം ഇപ്പോൾ നമ്മുടെ മലയാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇപ്പോൾ JP ഇത്രയും താഴ്ന്നു, 25 രൂപയിലേക്കൊക്കെ താഴ്ന്നാൽ എന്നാൽ JP ഒന്ന് വാങ്ങിക്കളയാം എന്നുള്ളതാണ് നമ്മുടെ ലൈഫ്. നമ്മൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ഈ ശുദ്ധികലശം കഴിഞ്ഞ് അതിൽ എമർജ് ചെയ്തു വരുന്ന വളരെ മികച്ച ക്വാളിറ്റിയുള്ള മാനേജ്മെൻ്റുള്ള കമ്പനികളിൽ വേണം പോയി നമ്മൾ നിക്ഷേപം നടത്താൻ. അല്ലാതെ വില കുറയുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഈ ഭീമമായ കടക്കണിയുള്ള കമ്പനികളിൽ പോയി ഓഹരി നിക്ഷേപം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരിക്കലും ചെയ്യരുത്. മികച്ച കമ്പനികൾ ധാരാളമുണ്ട്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് തോമസ് ജോൺ, അദ്ദേഹം കോട്ടയത്ത് നിന്നുള്ള ചോദ്യമാണ്. L&T ഫിനാൻസ് ഹോൾഡിങ്സ് 78 രൂപയ്ക്ക് വാങ്ങിയിരുന്നു. ഡിവിഡൻഡ് 7.5% വെച്ച് ഷെയറിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ എന്നതാണ് ഒരു ചോദ്യം. മറ്റൊന്ന് ശങ്കരൻകുട്ടി രാജു, അദ്ദേഹത്തിൻ്റെ ചോദ്യം, അദ്ദേഹം എന്തോ ടെക്സ്മാക്കോ എന്ന് പറയുന്ന സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ധാരാളം ഒരു വലിയ സിപ്ല, എനിക്ക് തോന്നുന്നു സിപ്ല ഈയുടെ ഇൻഹേലറൊക്കെ അവതരിപ്പിച്ച് വലിയ ഹിറ്റായി നിൽക്കുകയാണ്, മറ്റു രാജ്യങ്ങളിലൊക്കെ അംഗീകരിച്ച്. ICICI ബാങ്ക്, L&T ഫിനാൻസ് അദ്ദേഹത്തിനുമുണ്ട്, ലാർസൺ, മണപ്പുറം ഫിനാൻസ്, MCX, മൈൻട്രി, NMDC, സൺഫാർമ, അഡ്വാൻസ് റിസർച്ച്, അതെനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച ദിവസം മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ, ടെക്സ്മാക്കോ ഇൻഫ്ര, വിപ്രോ തുടങ്ങിയാണ്. അദ്ദേഹം ദുബായിൽ നിന്നാണ് ശങ്കരൻകുട്ടി രാജു എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ വളരെ ഗുണമില്ലാത്ത സ്റ്റഫുണ്ട്. നല്ല സ്റ്റോക്കിനെ പറ്റി കമന്റ് ചെയ്യണമെന്നില്ല. ആദ്യത്തെ ലെറ്റർ എനിക്ക് L&T ഫൈനാൻസ് ആണ്. L&T ഫൈനാൻസ് ഒരു ലോങ് ടൈം സ്റ്റോറിയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ഈ ഒരു റൈഡിലും ഈ സ്റ്റോക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അതിന് വ്യക്തമായിട്ടുള്ള റീസൺസ് ഉണ്ട്. ഒന്ന്, ബാങ്കിങ് ലൈസൻസ് തന്നെയാണ്. കുറച്ചുകൂടെ പേഷ്യൻസ് ആ സ്റ്റോക്കിൽ കാണിക്കുക. 65 ആണ് സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്, ദെൻ 60. ഈ രണ്ട് ലെവൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് വീണ്ടും ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. 74 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. L&T ഫൈനാൻസ് ഒരു ലോങ് ടൈം സ്റ്റോറിയാണ്, കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. ദെൻ സിപ്ല യൂറോപ്പിലേക്ക് കിടക്കുന്നു, പുതിയ ഇൻഹൈലർ സക്സസ്, ഇതൊക്കെ തന്നെ സിപ്ലയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഇനിയും ഇപ്പോഴത്തെ മൊമെൻറ്റം വളരെ പോസിറ്റീവാണ് സിപ്ലയെ സംബന്ധിച്ച്. ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. 600 ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോൾ സിപ്ലയ്ക്ക് ഉണ്ട്. 525, 510 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ IT ഫാർമ സെക്ടറാണ് ഈ റാലിയിൽ ഇപ്പോൾ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആ ഒരു മൊമെൻറ്റം കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സിപ്ലയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല, കുറച്ചുകൂടെ ഒരു പേഷ്യൻസ് കാണിക്കുക. ദെൻ അദ്ദേഹം ICICI ബാങ്കാണ്. ICICI ബാങ്ക് ഈ ബാങ്കിങ് സെക്ടറിൽ ഒരു കറക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ബെറ്റ് തന്നെയാണ് ICICI ബാങ്ക്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ 1520 ആണ്. 520 വളരെ ക്ലോസ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്യണം. കാരണം 1520 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അഗെയിൻ അത് 1435 അല്ലെങ്കിൽ 460 ലെവലിലേക്ക് വരാം. അപ്പോൾ അടുത്തൊരു ബിലോ 500, 1500, 1460 to 1435 എന്ന് പറയുന്ന ലെവൽ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും അക്യുമുലേറ്റ് ചെയ്യുക. അതേ സമയത്ത് തന്നെ ICICI ബാങ്കിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് ആംഗിളിൽ 1520 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ടാണ്. ആ ഒരു ലെവലിൽ നിന്ന് ചിലപ്പോൾ വീണ്ടും ബൗൺസ് ബാക്കിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ലെവൽ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യുക. 520 ബ്രേക്ക് ചെയ്ത് ട്രേഡ് താഴേക്ക് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റും ഓവറോൾ ബാങ്കിങ് സെക്ടറൊക്കെ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. 1650 ആണ് ICICI ബാങ്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ L&T ആണ്. L&T ഇപ്പോൾ ഒരു പുതിയ ഓർഡർ ലഭിച്ചു. കഴിഞ്ഞ ഫ്രൈഡേ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായുള്ള റൈഡ് നമ്മൾ കണ്ടു. ഒരു ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ബെറ്റ് തന്നെയാണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് ഇന്ത്യക്ക് ആവശ്യമാണ്. പുതിയ ഓർഡർ ഇതിന് ലഭിക്കാനുള്ള സാധ്യത. ഇപ്പോൾ റീസെൻ്റായിട്ട് UP നിന്ന് ലഭിച്ച ആ ഓർഡർ തന്നെയാണ് ഇമ്മീഡിയറ്റ് ഒരു റൈഡിന് കാരണമായത്. ഇപ്പോഴും ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് L&T മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്ന സേഫ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ് L&T. 1500, 1420 ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 420ലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. മാർക്കറ്റിൽ ഏതെങ്കിലും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വരാം.
1500 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് സോണായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 1700 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ് ആണ്. ദെൻ അദ്ദേഹം മണപ്പുറം ഫൈനാൻസിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പോസിറ്റീവ് തന്നെയാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്, സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. ദെൻ എം സി എക്സ് മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക. 800 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. കാരണം പുതിയ മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് പുതിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത് 760 ആണ്. അപ്പോൾ 800 ലെവൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് ആണ്. ആ ലെവൽ ഈ സ്റ്റോക്ക് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അക്യുമുലേറ്റ് ചെയ്യുക. 920 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ്. മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം പോസിറ്റീവായി റൈഡ് വരികയാണെങ്കിൽ 920 ലെവലിലേക്ക് ഇമ്മീഡിയറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ മൈൻട്രി എനിക്ക് തോന്നുന്നത് ഒരു ലോങ് ടൈം ബെറ്റാണ്. മൈൻട്രി 1200 ദെൻ 960 ആണ്. കാരണം ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂവിലാണ്. ലോങ് ടൈം വ്യൂവിൽ മൈൻട്രി ഒരു സേഫ് ആയിട്ടുള്ള ബെറ്റ് തന്നെയാണ്. 1200 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. 1200 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കാം. ബിലോ 1000 ഈ സ്റ്റോക്ക് അതിലേക്ക് വരാൻ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരികയാണെങ്കിൽ മാത്രമേ ബിലോ 1000 പോകാനുള്ള സാധ്യതയുള്ളൂ. 1200 ബിലോ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാം. ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ലിസ്റ്റ് പൊതുവെ നല്ല സ്റ്റോക്കുകളാണ്, പക്ഷേ അദ്ദേഹം ഒഴിവാക്കേണ്ട സ്റ്റോക്ക് ഏതാണ്? ഇതിനകത്ത് ഒഴിവാക്കേണ്ട സ്റ്റോക്ക് ഒരു സ്റ്റോക്ക് ഒഴിവാക്കേണ്ടതില്ല. അല്ല, ടെക്സ്മാക്കോ വാല്യൂഷൻ ഫെയർ ആണ്. 36 ലെവൽ വന്ന് അതേ ഒന്നുകൂടെ ഇപ്പോൾ 40 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ടെക്സ്മാക്കോയുടെ പുറകെ അദ്ദേഹം വാങ്ങാൻ പോകുന്നത് അല്ല, പ്രത്യേകിച്ച് റെയിൽവേ സാധനങ്ങൾ വരുമ്പോൾ 5-6 രൂപ വർധനയ്ക്ക് വേണ്ടി അല്ല, ചിലപ്പോൾ അതായിരിക്കില്ല സാർ. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഒരു മിക്സ്. പലപ്പോഴും നമ്മളൊരു 1500 ICICI ബാങ്ക് 3000 വരണമെങ്കിൽ കുറേ നാളെടുക്കും. അദ്ദേഹത്തിന്റെ പാറ്റേൺ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ ടെക്സ്മാക്കോ ചിലപ്പോൾ 60-70 ചിലപ്പോൾ മാർക്കറ്റിൽ ഒരു റൈഡ് വരികയാണെങ്കിൽ വരാം. ഏകദേശം 15ഓളം കമ്പനികളാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത്. 15ഓളം കമ്പനികൾ ഒരു നിക്ഷേപകൻ ഹോൾഡ് ചെയ്യുന്നത് ഒരു ഗ്ലോബൽ ലെവലിൽ പോലും അത് അത്ര അഭികാമ്യമാണ്. ഒരു 10ൽ താഴെയുള്ള ഓഹരികൾ സൂക്ഷിക്കുന്നത് നോർമലി 10 to 15 എന്നാണ് പറയുക ഒരു ഇൻവെസ്റ്റ്മെന്റിന് തിരഞ്ഞെടുക്കാവുന്ന സ്റ്റോക്ക്. അതിന്റെ റീസൺ ഒരിക്കലും ഒരു സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. ഇപ്പോൾ ഒരു 6 സെക്ടർ നമ്മൾ സെലക്ട് ചെയ്താൽ ആ സെക്ടറിൽ ഓരോ സെക്ടറിൽ 2 സ്റ്റോക്ക്, അങ്ങനെയാണ് 10 to 15. ഇപ്പോൾ 15 എന്ന് പറയുന്ന ഒരു മാക്സിമം പോയിന്റ് ആണ്. കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്തൊരു 10ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നല്ലത്. നമുക്ക് ട്രാക്ക് ചെയ്യാൻ നന്നായിരിക്കും. അത് പലപ്പോഴും പല ഡിഫറെൻറ്റ് സെക്ടർ സെലക്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറും ഇദ്ദേഹം കവർ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു മോഡൽ പോർട്ട്ഫോളിയോ തന്നെയാണിത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ റെഡ്യൂസ് 1-2 സ്റ്റോക്ക് റെഡ്യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ടോട്ടലി പോർട്ട്ഫോളിയോ വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ തന്നെയാണ്. അടുത്ത റൈഡ് മാർക്കറ്റിൽ സംഭവിക്കുമ്പോൾ ഇതിൽ ഒരു 50% സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യുക. കാരണം ഫ്രണ്ട് റൺ സ്റ്റോക്ക് ആയതുകൊണ്ടാണ്. വീണ്ടും കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കുമ്പോൾ വീണ്ടും ഒരു റീ എൻട്രി ഞാൻ പലപ്പോഴും പറയുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അത് നന്നായിരിക്കും. ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ICICI ബാങ്കോ അതുപോലെ സിപ്ല അല്ലെങ്കിൽ L&T ഈ കറണ്ട് ലെവലിൽ നമ്മളൊരു ഡബിൾ ചെയ്യാന്നുള്ളൊരു ആംഗിളിലേക്ക് പോകരുത്. അതേസമയത്ത് ഒരു 1 ഇയർ ടൈം ഫ്രെയിമിൽ ഈ സ്റ്റോക്കിൽ വളരെയധികം അപ്സ് ആൻഡ് ഡൗൺസ് സംഭവിക്കും. ഇതിൻ്റെ ഒരു ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയാൽ കൂടുതൽ റിട്ടേൺ ഈ സ്റ്റോക്കിൽ നിന്ന് ലഭിക്കും. ആ ഒരു സ്ട്രാറ്റജിയാണ് ഇൻവെസ്റ്റേഴ്സിന് നല്ലത്. ഈ കാര്യത്തിൽ ഒരു സജഷൻ, ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ഈ 15ഓളം ഓഹരികൾ വരുന്നത് ടു മെനി കുക്സ് സ്പോയിൽ ദ ഫുഡ് എന്ന് പറയാറുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് എനിക്ക് ഒരു അഭിപ്രായം അങ്ങനെ പറയാനുണ്ട്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. അപ്പോൾ ഇനിയൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആയിരിക്കാം ഒരുപക്ഷെ അടുത്ത 3 മാസങ്ങൾ, ഇനി വരാനിരിക്കുന്ന ഒക്ടോബർ, നവംബർ, ഡിസംബർ. അത് തീരുന്നതോടെ അല്ലെങ്കിൽ ഡിസംബറോടുകൂടി നിഫ്റ്റി ഒരു 8500 ആണ് പൊതുവേ ഉള്ള ഒരു പൊതുവികാരം. ഇതിൽ രണ്ട് ആംഗിളാണ് സനൽ. ഒന്ന്, ഇൻവെസ്റ്റേഴ്സിന് കയ്യിലുള്ള സ്റ്റോക്ക് നല്ല വാല്യൂവിൽ ഈ 3 months ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വാല്യൂവിൽ സെല്ല് ചെയ്യാനും നല്ല സ്റ്റോക്കുകൾ നല്ല വാല്യൂഷനിൽ ബൈ ചെയ്യാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഞാൻ ടോട്ടലി ഈ ഒരു 3 months പ്രൊഡക്ച്വേഷൻ പ്രതീക്ഷിക്കുന്നത് ഒരു 900 പോയിന്റ്സിൻ്റെ വേരിയേഷൻ സംഭവിക്കാൻ ഡിസംബറിന് മുമ്പ്. 7500 എന്ന് പറയുന്ന ഒരു ബോട്ടം ലൈനും 8400 to 500 എന്ന് പറയുന്ന അപ്പർ സൈഡ്. ഇതായിരിക്കും ഒരു മൂവിങ് റേഞ്ച് കമ്മിങ് 3 months എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കോഷ്യസ് ആയിട്ടുള്ള മൂവ് 8400 ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ പോർട്ട്ഫോളിയോ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. 7500 ആദ്യം മൂവ് ചെയ്യുന്നെങ്കിൽ നല്ല സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് എടുക്കുക. അടുത്ത ഒരു 3 months മൂവിങ് റേഞ്ച് എന്ന് പറയുന്നത് 7500 to 8400 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ്. 7700 ബ്രേക്ക് ചെയ്യും തോറും നല്ല സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യുക. 8300 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകും തോറും പോർട്ട്ഫോളിയോ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി എടുക്കുക. ഇതായിരിക്കും
അടുത്തൊരു 3 വർഷത്തേക്കുള്ള ഒരു സ്ട്രാറ്റജി. ഒറ്റ ചോദ്യം കൂടി, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ നല്ല വാല്യുവേഷനിലുള്ള വലിയ രീതിയിൽ ഇപ്പോഴത്തെ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ കിടക്കുന്ന ഒരു സ്റ്റോക്ക്, മാനേജ്മെൻറ്റ് ക്വാളിറ്റി, ഷാലോ അല്ലാത്ത കാര്യങ്ങൾ, വളരെ ഡെപ്തുള്ള കാര്യങ്ങൾ, അടുത്ത ലെഗിൽ ഇന്ത്യൻ ബുൾ മാർക്കറ്റിനെ നയിച്ചു പോകേണ്ട ഒരു 10 കമ്പനികളിൽ ഉൾപ്പെടുന്ന ഇങ്ങനെ ഒരു ഓഹരി ഉണ്ടെങ്കിൽ സംശയം L&T തന്നെയാണ്. കാരണം ലാർസൺ ആൻഡ് ടൂബ്രോ അത് തന്നെയാണ് അതിൻ്റെ ഫൈനൽ നെയിം എന്ന് പറയുന്നത് തന്നെയാണ്. നന്ദി ഭുവനേന്ദ്രൻ. എന്തായാലും ഇപ്പോഴത്തെ മാർക്കറ്റ് അനലിസ്റ്റുകൾ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത് ഇപ്പോൾ ഈ വരുന്ന ഈ 2000-ൽ കണ്ട ഒരു ബുൾ റൺ, അതിനുശേഷം 2008 ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് മുൻപ് വന്ന ബുൾ റൺ, 2000 മാന്ദ്യത്തിന് ശേഷം ഉണ്ടായ ഒരു കുറച്ച് നാളത്തേക്ക് മാത്രം നിലനിന്ന ബുൾ റൺ, ഈ 3 ലെഗുകളിൽ ഈ 3 ബുൾ റണ്ണുകളിലും നമ്മൾ കണ്ടത് അത്ര മികച്ചതല്ലാത്ത കമ്പനികൾ മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരുന്നു. ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന ഇപ്പോഴത്തെ ബുൾ റൺ എന്ന് നമ്മൾ കരുതുന്ന ഇപ്പോൾ അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ഇപ്പോഴത്തെ ബുൾ റണ്ണിൽ പക്ഷേ അത്തരം കമ്പനികൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു തരികിട കമ്പനികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വീണു പോകുന്ന കമ്പനികൾ, കടം കൂടിയ കമ്പനികൾ, ഇതൊന്നും ആയിരിക്കില്ല. ക്ലീൻ ബാലൻസ് ഷീറ്റുള്ള, പ്രിസ്റ്റൈൻ ആയിട്ടുള്ള ബാലൻസ് ഷീറ്റുള്ള വളരെ മികച്ച കമ്പനികൾ മാത്രമായിരിക്കും മുന്നോട്ട് പോവുക. അതുകൊണ്ട് അത്തരം കമ്പനികൾ കൂടുതൽ ടിപ്സിന് ആലോചിച്ച് അതിൻ്റെ പിന്നാലെ പോവാതെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മികച്ച കമ്പനികളിൽ നിക്ഷേപം നടത്തിയാൽ ഒരു സംശയവും വേണ്ട, 30% റിട്ടേൺ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നാണ് എല്ലാ അനലിസ്റ്റുകളും, ഞാൻ സംസാരിക്കുന്ന എല്ലാ അനലിസ്റ്റുകളും പറയുന്നത്. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.